സോഷ്യോ പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യ ദി ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റീസ്, വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന യൂണിറ്റിലെ ക്ലൈമറ്റ് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാലാവസ്ഥ. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഇന്ത്യയുടെ ഡിഫറെൻറ്റ് ഫിസിയോഗ്രഫി, പലതരത്തിലുള്ള ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ നോക്കിയത്. ഒരു 5ഓളം ഫിസിയോഗ്രഫി അല്ലെങ്കിൽ ഒരു 5ഓളം ഭൂപ്രകൃതി നമ്മൾ പരിചയപ്പെട്ടു. നോർത്തേൺ ഗ്രേറ്റ് മൗണ്ടൻ, അതേപോലെ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിന്, ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, അതേപോലെ പെനിൻസുലാർ പ്ലാറ്റ്യൂ, ഉപദ്വീപീയ പീഠഭൂമി, അതേപോലെ കോസ്റ്റൽ പ്ലെയിൻ, തീരസമതലം, അതേപോലെ 5ാമതായി നമ്മൾ ഐലൻഡ്സ് അഥവാ ദ്വീപുകൾ. ഇങ്ങനെയുള്ള 5 ഭൂപ്രകൃതിയെ നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ ഇന്ന് നമ്മൾ കാലാവസ്ഥയുമായി, ഇന്ത്യയിലെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, റൈറ്റ് സൈഡിൽ ഒരു 4 ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിലെന്താ പറയുന്നത്? നോട്ട് ദി കോൺവെർസേഷൻസ് ഓഫ് ചിൽഡ്രൻ ഫ്രം ഡിഫറെൻറ്റ് പ്ലേസസ് ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംഭാഷണങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കത് നോക്കാം. അത് നോക്കിയിട്ട് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഏറ്റവും ആദ്യം ഇവിടെ കൊടുത്തിട്ടുള്ള ബോക്സ് കേരളത്തിലുള്ള ഒരു കുട്ടിയുടെ വിവരണമാണ്. 15th ജൂൺ അല്ലേ, ജൂൺ 15-നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. കേരളത്തിൽ ജൂൺ 15-ലുള്ള കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എന്താ പറയുക നോക്കാം. എക്സ്പീരിയൻസ്ഡ് ഹെവി ഷവേഴ്സ് ടുഡേ. Using the instrument called rain gauge, we measured the rain and displayed it in the school notice board. ചുരുക്കി പറയുകയാണെങ്കിൽ ഇവിടെ എന്താ പറയുന്നത്? ഈ ജൂൺ 15-ന് കേരളത്തിൽ കനത്ത മഴയാണ് എന്നാണ് പറയുന്നത്. എക്സ്പീരിയൻസ്ഡ് ഹെവി ഷവേഴ്സ് ടുഡേ അല്ലേ, അതായത് കനത്ത മഴയാണ് ജൂൺ 15-ന് കേരളത്തിലുള്ളത്. ഇനി രാജസ്ഥാനിലെ മെയ് 10-ലുള്ള കാര്യം പറയുന്നു. ഇറ്റ് ഈസ് സോ ഡ്രൈ ദാറ്റ് ഈവൻ ഡ്രിങ്കിങ് വാട്ടർ ഈസ് സ്കേഴ്സ് ഹിയർ. ജൂൺ ഈസ് ദ ഹോട്ടസ്റ്റ് മന്ത്. മെയ് മാസം 10-ാം തീയതിയാണ് ഇത് പറയുന്നത്. രാജസ്ഥാനിൽ എന്താ സ്ഥിതി? ഡ്രൈ ആണ്, അതായത് വരണ്ട കാലാവസ്ഥയാണ്, വരൾച്ചയാണ്. അവിടെ കുടിവെള്ളത്തിനൊക്കെ വല്ലാണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. ജൂൺ മാസം ആകുമ്പോഴോ അത് ഒന്നുകൂടി ശക്തമാകുകയാണ്. ഏറ്റവും ചൂടേറിയ മാസം ജൂൺ മാസമാണെന്നാണ് രാജസ്ഥാനിലെ കുട്ടി പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് കേരളത്തിൽ ജൂൺ മാസത്തിൽ കനത്ത മഴയാണ്. രാജസ്ഥാനിൽ ജൂൺ മാസത്തിലാണ് പോലും ഏറ്റവും ചൂട് കൂടിയ സമയം. ഓക്കെ, അപ്പോൾ ഒരേ രാജ്യത്തിന് 2 വ്യത്യസ്ത പ്രദേശങ്ങളിൽ വ്യത്യസ്ത കാലാവസ്ഥ നമ്മൾ അനുഭവപ്പെടുകയാണ് അല്ലെ. ഒരേ ഡേറ്റിൽ ഒരേ മാസത്തിൽ വ്യത്യസ്ത കാലാവസ്ഥ. ഇനി രാജസ്ഥാനിൽ ജനുവരി 10-ലുള്ള സ്ഥിതി എന്താണ്? കോൾഡ് ഈസ് സോ സീവിയർ ഹിയർ ദാറ്റ് ദി സ്കൂൾസ് ആർ ക്ലോസ്ഡ് ഫോർ 2 days. ദിസ് വെദർ ഈസ് സെഡ് ടു ബി കോസ്ഡ് ബൈ ദി ലൊക്കേഷൻ ഓഫ് ദിസ് പ്ലേസ് അവേ ഫ്രം ദി സീ. രാജസ്ഥാനിൽ ജനുവരി 10-നുള്ള സ്ഥിതി എന്താണ്? അതിശൈത്യം, അതികഠിനമായിട്ടുള്ള ശൈത്യം. കോൾഡ് ഈസ് സോ സീവിയർ. ഓക്കെ, അതികഠിനമായിട്ടുള്ള ശൈത്യമാണ്. സ്കൂളുകൾക്കൊക്കെ 2 ദിവസത്തെ അവധി കൊടുത്തിട്ടുണ്ട് ഈ ഒരു തണുപ്പ് കൂടുതലായിട്ട്. ഇവിടെ തണുപ്പ് കൂടാനുള്ള കാരണം എന്താ പറയുന്നത്? സമുദ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ സമുദ്ര സമീപത്തിൽ നിന്ന് ഒരുപാട് അകലെയായതുകൊണ്ടാണ് പോലും ഇവിടെ ഇത്രത്തോളം ശൈത്യം, ഇത്രത്തോളം തണുപ്പ് എന്നാണ് പറയുന്നത്. ഇനി മറ്റൊന്ന് പറയുന്നത് നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ നവംബർ 20-നുള്ള സ്ഥിതിയാണ്. തമിഴ്നാട്ടിൽ നവംബർ 20-ന് ദി one-day cricket match supposed to be conducted at the Chinnaswamy Stadium, Chennai, has been postponed. We were really looking forward to see the match. അതായത് ചെന്നൈയിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടത്താനിരുന്ന ഏകദിന ക്രിക്കറ്റ് മത്സരം മഴ കാരണം എന്ത് ചെയ്തു? മാറ്റിവെച്ചു. ഞങ്ങളൊരു മത്സരം കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു, പക്ഷേ ഈ ഒരു മഴ കാരണം മാറ്റിവെച്ചു. അപ്പോൾ നവംബർ മാസത്തിൽ തമിഴ്നാട്ടിൽ അത്യാവശ്യം നല്ല മഴ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെയുള്ള രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള കുട്ടികളുടെ വിവരണമാണ് നമ്മളിപ്പോൾ വായിച്ചത്, സംഭാഷണമാണ് നമ്മൾ വായിച്ചത്. സോ ഇറ്റ് ഈസ് ക്ലിയർ ഫ്രം ദെയർ കോൺവെർസേഷൻസ് ദാറ്റ് ദി ക്ലൈമറ്റ് ഇൻ ഇന്ത്യ വേരീസ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. ദി ക്ലൈമറ്റ് ഇൻ ഇന്ത്യ വേരീസ് ഫ്രം പ്ലേസ് ടു പ്ലേസ് ആൻഡ് ടൈം ടു ടൈം അല്ലെ. അപ്പൊ ഈ 4 കുട്ടികളുടെയും സംഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യമാണ്, ഇന്ത്യയിൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും കാലാവസ്ഥ ഒരുപോലെയല്ല. അത് പല സ്ഥലത്തും പല സമയത്തും പല രൂപത്തിലാണ്. കാലാവസ്ഥ ഒരേപോലെയല്ല, ക്ലൈമറ്റ് ഒരേപോലെയല്ല. വെരീസ് ഫ്രം പ്ലേസ് ടു പ്ലേസ് ആൻഡ് ടൈം ടു ടൈം എന്ന് നമുക്ക് മനസ്സിലായി. ലൈക്ക് ഫിസിയോഗ്രഫി, ക്ലൈമറ്റ് ഓൾസോ
ഈസ് ഡൈവേഴ്സ്. നമ്മുടെ ഭൂമി, പിന്നെ ഇന്ത്യയുടെ ഫിസിയോഗ്രഫി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പല മലനിരകളുണ്ട്, പിന്നെ അതേ സമതലങ്ങളുണ്ട്, തീരപ്രദേശങ്ങളുണ്ട്, ഐലൻഡ് ഉണ്ട്, ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഫിസിയോഗ്രഫി പോലെ തന്നെ നമ്മുടെ ഭൂപ്രകൃതി പോലെ തന്നെ നമ്മുടെ ക്ലൈമറ്റും എന്താണ്, ക്ലൈമറ്റ് ഈസ് ഓൾസോ ഡൈവേഴ്സ്. ഒരുപാട് പിന്നെ വൈവിധ്യം നിറഞ്ഞതാണ് നമ്മുടെ കാലാവസ്ഥയും. രാജ്യത്തിന്റെ പല ഭാഗത്തും പല മാസങ്ങളിലും പല കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. വാട്ട് കോസസ് ദിസ് സ്പേഷ്യൽ ഡൈവേഴ്സിറ്റി ഇൻ ക്ലൈമറ്റ്? എന്തുകൊണ്ടാണ് കാലാവസ്ഥയിലെ ഈ ഒരു ഓരോ പ്രദേശത്തും പിന്നെ ഓരോ രൂപത്തിലുള്ള കാലാവസ്ഥ ഉണ്ടാവുന്നത്? വാട്ട് ഫാക്ടേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ദീസ് ഡിഫറൻസസ് ഇൻ ക്ലൈമറ്റ്? ഓക്കെ, എന്തൊക്കെ ഘടകങ്ങളാണ് കാലാവസ്ഥയിലുള്ള ഈ വ്യത്യാസങ്ങൾക്ക് കാരണമാവുന്നത്? ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. അപ്പോൾ അതിനൊക്കെയുള്ള ഉത്തരങ്ങൾ നമുക്ക് ഇവിടെ നോക്കാം. ഏറ്റവും ആദ്യം ഇവിടെ പറയുന്നു, ദി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദി ക്ലൈമറ്റ് ഓഫ് ഇന്ത്യ ആർ. ഇന്ത്യയിലെ അല്ലെങ്കിൽ ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ലാറ്റിറ്റ്യൂഡ്. ഇന്ത്യയിലെ എന്നല്ല, ഏതൊരു പ്രദേശത്തിന്റെയും കാലാവസ്ഥയെ, ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഈ പറയുന്നത്. ലാറ്റിറ്റ്യൂഡ്, അതായത് അക്ഷാംശീയ സ്ഥാനം, ഏത് പ്രദേശത്താണ്, ഏത് ലാറ്റിറ്റ്യൂഡ്സിന്റെ ഇടയിലാണ് ആ പ്രദേശം കിടക്കുന്നത് എന്നുള്ള കാര്യം, അതിന്റെ ലൊക്കേഷൻ. അതേപോലെ ഫിസിയോഗ്രഫി, ഭൂപ്രകൃതി ഒരു ഘടകമാണ്. ദെൻ നിയർനെസ് ടു സീ, സമുദ്ര സാമീപ്യം എന്ന് പറയാം. ഓക്കെ, സമുദ്രത്തോട് ചേർന്ന പ്രദേശമാണോ അല്ലേ എന്നുള്ള കാര്യം ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഘടകമാണ്. അതേപോലെ ആൾട്ടിറ്റ്യൂഡ്, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഒരു പ്രദേശത്തിന്റെ ഉയരമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഒരു പ്രദേശത്തിന്റെ ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ദി സീസൺസ് ഇൻ ഇന്ത്യ ക്യാൻ ബി ജനറലി ക്ലാസിഫൈഡ് ഇൻ ടു 4. ഇന്ത്യയിലെ പിന്നെ സീസൺസിനെ നമുക്ക് മലയാളത്തിൽ പറയുകയാണെങ്കിൽ സീസൺ എന്ന് പറയുമ്പോൾ ഋതുക്കൾ എന്ന് പറയാം, അതിന്റെ പ്രോപ്പർ മീനിങ്. സീസൺസിന് അല്ലെങ്കിൽ ഋതുക്കളെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ത്യയിലെ ഋതുക്കളെ നമുക്ക് പൊതുവായിട്ട് 4ആയി തരം തിരിക്കാം. ഏതൊക്കെയാ? ഒന്ന് കോൾഡ് വെതർ സീസൺ, ശൈത്യകാലം എന്ന് പറയാം, തണുപ്പ് കാലം. രണ്ടാമത്തേത് ഹോട്ട് വെതർ സീസൺ, അതായത് ഉഷ്ണകാലം, ചൂടുകാലം എന്ന് പറയാം. ഓക്കെ, വേനൽക്കാലെന്നോ ചൂടുകാലെന്നോ ഉഷ്ണകാലം എന്നൊക്കെ പറയാം. സോ കോൾഡ് വെതർ സീസൺ, ഹോട്ട് വെതർ സീസൺ. മറ്റൊന്ന് സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ. ശ്രദ്ധിക്കണം, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം, നമ്മുടെ കേരളത്തിന്റെ പ്രധാന മഴക്കാലം കൂടിയാണത്. സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ. ഓക്കെ, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം. മറ്റൊന്ന് റിട്രീറ്റിംഗ് മൺസൂൺ സീസൺ. റിട്രീറ്റിംഗ് മൺസൂൺ സീസൺ എന്ന് പറയുമ്പോൾ മൺസൂണിന്റെ പിൻവാങ്ങൽ എന്നുള്ള അർത്ഥമാണ് റിട്രീറ്റിംഗ് മൺസൂൺ എന്ന് പറയുമ്പോൾ. അതിന് വേറൊരു പേരും കൂടിയുണ്ട്. നമ്മൾ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇത് നമുക്ക് ഡയറക്ഷന്റെ ബേസിൽ പറയാം, നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ എന്ന് പറയാം. അപ്പൊ റിട്രീറ്റിംഗ് മൺസൂൺ നമുക്ക് എന്തും പറയാം, നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ എന്നും പറയാം. ഓക്കെ, വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്ന് മലയാളത്തിൽ പറയാം. വടക്ക് കിഴക്കൻ മൺസൂൺ കാലം, നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ. അപ്പൊ ഇതാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട 4 സീസൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഓരോന്നും നമ്മൾ നോക്കുകയാണ്. ഏറ്റവും ആദ്യം കോൾഡ് വെതർ സീസൺ. ഓക്കെ, ശൈത്യകാലം, ഇന്ത്യയിലെ തണുപ്പ് കാലം നമ്മൾ നോക്കുകയാണ്, കോൾഡ് വെതർ സീസൺ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ചിത്രങ്ങൾ കാണാൻ പറ്റും. ഇന്ത്യ ഗേറ്റിന്റെ ചിത്രം ഇവിടെ കാണാം. അതേപോലെ തന്നെ മറ്റൊരു ചിത്രവും കൊടുത്തിട്ടുണ്ട്. ഇവിടെ മാസം മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഈ ഒരു ഹെഡിങ്ങും ഈ ഒരു മാസങ്ങളും കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇന്ത്യയിലെ കോൾഡ് വെതർ സീസൺ എന്ന് പറയുന്നത് മെയിനായിട്ട് ഈ 3 മാസങ്ങളാണ്, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി മാസങ്ങളാണ്. ഓക്കെ, ശൈത്യകാലത്തിൽ വരുന്ന മാസങ്ങൾ. അപ്പോ ചിത്രം നമ്മൾ നോക്കി. ഇനി haven't you seen the pictures? നമ്മൾ നോക്കിയല്ലോ. These are some of the winter scenes of North India. നമ്മുടെ പിന്നെ നോർത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ ശൈത്യകാലത്ത് നമ്മൾ കാണുന്ന അല്ലെങ്കിൽ വിന്റർ സീസണിൽ നമ്മൾ കാണുന്ന ചില കാഴ്ചകളാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ചിത്രങ്ങളും വീഡിയോസ് ഒക്കെ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയും TV അതേപോലെ യൂട്യൂബിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചിത്രങ്ങളും അനുഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. എനിവേ, ദീസ് ആർ ദി സം ഓഫ് ദി വിന്റർ സീൻസ് ഓഫ് നോർത്ത് ഇന്ത്യ. യു മൈറ്റ് ഹാവ് ഹേർഡ് ഫ്രം ദി മീഡിയ അബൌട്ട് ദി എക്സ്ട്രീം കോൾഡ് ഓഫ് നോർത്ത് ഇന്ത്യ. നേരത്തെ പറഞ്ഞതുപോലെ മീഡിയയിൽ നിന്ന്, അതായത് പത്രങ്ങളോ TV ചാനലോ ഒക്കെ ആവാം, അങ്ങനെയുള്ള മീഡിയകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ഉത്തരേന്ത്യയിലുള്ള നോർത്ത് ഇന്ത്യയിലുള്ള പിന്നെ കൊടും തണുപ്പിനെ പറ്റി, അതികഠിനമായിട്ടുള്ള തണുപ്പിനെ കുറിച്ച്, അതിന്റെ പേരിൽ സ്കൂളുകളൊക്കെ അടയ്ക്കുന്നതിനെ പറ്റി, എയർപോർട്ടുകളൊക്കെ ക്ലോസ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ പിന്നെ കേട്ടിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവും. വൈ ഈസ് ഇറ്റ് സോ? അതെന്തുകൊണ്ടാണ് അങ്ങനെ? ഇന്ത്യ എക്സ്പീരിയൻസസ് വിന്റർ when the position of the sun is over the southern hemisphere. ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. എന്താ പറയുന്നത്? ഇന്ത്യ എക്സ്പീരിയൻസസ് വിന്റർ.
ഇന്ത്യയിൽ എപ്പോഴാണ് പിന്നെ വിന്റർ സീസൺ അല്ലെങ്കിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത്? വെൻ ദി പൊസിഷൻ ഓഫ് ദി സൺ ഈസ് ഓവർ ദി സദേൺ ഹെമിസ്ഫിയർ. സൂര്യന്റെ സ്ഥാനം സദേൺ ഹെമിസ്ഫിയറിന് നേരെയാകുമ്പോൾ, ഓക്കെ, ഭൂമിയെ നമ്മൾ 2 അർദ്ധഗോളങ്ങളാക്കി തിരിക്കുകയാണെങ്കിൽ അതിലെ സദേൺ ഹെമിസ്ഫിയർ, ഓക്കെ, ദക്ഷിണാർദ്ധഗോളം, ആ ദക്ഷിണാർദ്ധഗോളത്തിന് നേരെ സദേൺ ഹെമിസ്ഫിയറിന് നേരെ സൂര്യൻ വരുമ്പോഴാണ് ഇന്ത്യയിൽ വിന്റർ സീസൺ വരുന്നത്. കാരണം ഇന്ത്യ എവിടെയാ? ഇന്ത്യ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. അതൊക്കെ നമ്മൾ മുൻപ് എപ്പോഴോ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്, ഉത്തരാർദ്ധഗോളത്തിലാണ്. അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ നിന്നും സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് സദേൺ ഹെമിസ്ഫിയറിലേക്ക് പോകുമ്പോഴാണ് ഇന്ത്യയിൽ വിന്റർ സീസൺ അനുഭവപ്പെടുക. ഓക്കെ, സൂര്യൻ മാറിപ്പോകുമ്പോഴാണല്ലോ ചൂട് കുറഞ്ഞ് തണുപ്പാവുക. അപ്പൊ അങ്ങനെ ഓർക്കുക. Most places in India experiences intense fog and snowfall occurs in the valleys of Himalayas during this season. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പറയുന്ന ഈ ഒരു വിന്റർ സീസണിൽ, അതായത് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി മാസങ്ങളിലൊക്കെ പിന്നെ ഇന്ത്യയുടെ നമ്മുടെ ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളും, പ്രത്യേകിച്ച് ഹിമാലയത്തിന്റെ താഴ്വര മേഖലകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? നല്ല മഞ്ഞു വീഴ്ചയും അതേപോലെ തന്നെ മൂടൽ മഞ്ഞും ഒക്കെ പതിവാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യയിലെ വിന്റർ സീസൺ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി മാസങ്ങളാണ്. എപ്പോഴാണ് നമുക്ക് വിന്റർ ഉണ്ടാവുന്നത്? വെൻ ദി പൊസിഷൻ ഓഫ് ദി സൺ ഈസ് ഓവർ ദി സദേൺ ഹെമിസ്ഫിയർ. സൂര്യന്റെ സ്ഥാനം ദക്ഷിണാർദ്ധഗോളത്തിന് നേരെ മുകളിലാകുമ്പോഴാണ് ഉത്തരാർദ്ധഗോളത്തിലുള്ള അല്ലെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള ഇന്ത്യയിൽ വിന്റർ സീസൺ ആവുന്നത്. ഓക്കെ, ഇവിടെ ഒരു ചോദ്യം കാണാം. വിച്ച് ആർ ദി മന്ത്സ് ഓഫ് കോൾഡ് വെതർ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ശൈത്യം അനുഭവപ്പെടുന്ന മാസങ്ങൾ, തണുപ്പ് അനുഭവപ്പെടുന്ന മാസങ്ങൾ ഏതൊക്കെയാണെന്നാണ്. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി. ഓക്കെ, ഇനി അടുത്തത് സി ദി മാപ്പ് ഫിഗർ 7.7. ഓക്കെ, ഈ ഒരു ചിത്രം നോക്കാൻ വേണ്ടി പറയാണ്. ഓക്കെ, ദെൻ the average day temperature recorded in the month of January at different places in India are shown in the map. Okay, the average day temperature recorded in the month of January at different places in India are shown in the map. Okay, ഈ ഒരു മാപ്പിൽ എന്താ കൊടുത്തിട്ടുള്ളത്? ജനുവരിയിൽ ഇന്ത്യയിലെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന ആവറേജ് ടെമ്പറേച്ചർ ആണ്, ശരാശരി ടെമ്പറേച്ചർ, പകൽ ചൂടിന്റെ അളവാണ് ഈ ഒരു മാപ്പിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ജനുവരി മാസത്തിൽ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ ഉള്ള ആവറേജ് ടെമ്പറേച്ചർ ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ കേരളത്തിന്റെ നേരെ 26.5 ഡിഗ്രി സെൽഷ്യസ് കാണാം. അതേപോലെ ഇവിടെ തമിഴ്നാടിന്റെ മുകളിൽ ആന്ധ്രയിലേക്ക് കിടക്കുമ്പോൾ 24 ഡിഗ്രി സെൽഷ്യസ് കാണാം. കർണാടകയിൽ 21 ഡിഗ്രി സെൽഷ്യസ്, ഗുജറാത്തിൽ 20 ഡിഗ്രി സെൽഷ്യസ്. ഇവിടേക്ക് നോർത്തിലേക്ക് ഉത്തർപ്രദേശിലേക്ക് വന്നപ്പോൾ അവിടെ 13 ഡിഗ്രി സെൽഷ്യസ്, വല്ലാണ്ട് കുറഞ്ഞു. അതേപോലെ നമ്മൾ ഒഡീഷയുടെ നേരെ നോക്കുമ്പോൾ അവിടെ 18 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ ഇങ്ങനെ ചില സ്ഥലത്ത് പല സ്ഥലത്തും പല രൂപത്തിലുള്ള ടെമ്പറേച്ചർ ആണ്, ആവറേജ് ടെമ്പറേച്ചർ ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാന്നുള്ള കാര്യം നമുക്ക് ഇവിടെ നോക്കാം. ഓക്കെ, so the average day temperature recorded in the month of January at different places in India are shown in the map. Examine this to infer the pattern of change in temperature. Why does the temperature decrease from south to north? സൗത്ത് നിന്ന് നോർത്തിലേക്ക് പോകുമ്പോൾ, കേരളവും തമിഴ്നാടും കർണാടകയൊക്കെയാണല്ലോ സൗത്ത്. അപ്പൊ ഈ ഒരു സൗത്ത് ഭാഗത്ത് നിന്ന് നമ്മൾ നോർത്തിലേക്ക് പോകുമ്പോൾ, ഉത്തർപ്രദേശിന്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു വ്യത്യാസം എന്താ? അവിടേക്ക് പോകുമ്പോൾ ടെമ്പറേച്ചർ ഒന്നുകൂടി ഡിക്രീസ് ചെയ്യാണ്. അത് എന്തുകൊണ്ടാണ് ഡിക്രീസ് ചെയ്യുന്നത്? ഓക്കെ, സൗത്ത് നിന്ന് നോർത്തിലേക്ക് പോകുമ്പോൾ ടെമ്പറേച്ചർ കുറയാനുള്ള, ചൂട് കുറയാനുള്ള, ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യാനുള്ള കാരണം എന്താണ്? അതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ അതിനുള്ള ഉത്തരം നമുക്കിവിടെ പറയാം. അതിനു മുമ്പ് ഒരു ചോദ്യം ഇവിടെ കാണുന്നുണ്ട്. ദി കോസ്റ്റൽ റീജിയൻസ് എക്സ്പീരിയൻസ് കമ്പാരിറ്റീവ്ലി ഹൈ ടെമ്പറേച്ചർ വൈ? സമുദ്രത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങൾ, അതാണല്ലോ കോസ്റ്റൽ റീജിയൻ. ഓക്കെ, അതായത് ഇപ്പോൾ ഈ ഒരു നീലഭാഗം അടയാളപ്പെടുത്തിയിട്ടുള്ളത് മുഴുവൻ എന്താണ്? അതൊക്കെ കടലാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമായിട്ടുള്ള അറബിക്കടലും അതേപോലെ ബംഗാൾ ഉൾക്കടലുമാണ്. അപ്പൊ ആ കടലിനോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങൾ, ഈ ഭാഗത്തുനിന്ന് നമ്മൾ ഗുജറാത്ത് മുതൽ മറ്റേ ഭാഗത്ത് പശ്ചിമ ബംഗാൾ വരെയുള്ള ഈ കടലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ദാറ്റ് റീജിയൻസ് എക്സ്പീരിയൻസ് കമ്പാരിറ്റീവ്ലി ഹൈ ടെമ്പറേച്ചർ, അവിടെ താരതമ്യേന ഉയർന്ന താപനിലയാണ് അനുഭവപ്പെടുന്നത്. എന്തുകൊണ്ട്? അതാണ് ചോദ്യം. അപ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിനും ഇപ്പൊ പറഞ്ഞ ചോദ്യത്തിനും ഒക്കെയുള്ള ഉത്തരം നമ്മൾ ഇവിടെ പറയാൻ പോവാണ്. അതായത് ഡ്യൂറിങ് ദി കോൾഡ് വെതർ സീസൺസ്. ഓക്കെ, നമ്മളിപ്പോൾ പറയുന്നത് ജനുവരി മാസത്തെ ഒരു ടെമ്പറേച്ചർ ആണ് പറയുന്നത്. നമ്മൾ മുകളിൽ പറഞ്ഞു ഡിസംബർ, ജനുവരി, ഫെബ്രുവരി എന്നൊക്കെ പറയുന്നത് ഇന്ത്യയിലെ
പിന്നെ വിന്റർ സീസൺ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഓർമ്മയിൽ ഉണ്ടാവണം. ഇനി ശ്രദ്ധിക്കുക, ഡ്യൂറിംഗ് ദി കോൾഡ് വെതർ സീസൺ ഡേയ്സ് during the cold weather season days are generally warm and nights are severely cold in North India. Okay, during the cold weather season, നമ്മൾ ഈ പറയുന്ന വിന്റർ സീസണിൽ, ഓക്കെ, ഈ ഒരു ശൈത്യകാലത്ത് ഡേയ്സ് ആർ ജനറലി വാം ആൻഡ് നൈറ്റ്സ് ആർ സീവിയർലി കോൾഡ് ഇൻ നോർത്ത് ഇന്ത്യ. നോർത്ത് ഇന്ത്യയിലെ സ്ഥിതി എന്താണ്? ഡേയ്സ് എന്ന് പറയുന്നത്, അതായത് പകൽ സമയം എന്താണ്? പകൽ സമയം പിന്നെ ഒരു മിതമായിട്ടുള്ള ചൂടും, എന്നാൽ രാത്രി സമയത്ത്, രാത്രികാലങ്ങളിൽ അതികഠിനമായിട്ടുള്ള തണുപ്പും അനുഭവപ്പെടുന്നു. ഓക്കെ, സ്നോഫോൾ ഈസ് എ കോമൺ ഫെനോമെനൻ ഇൻ ദി ഹിൽ സ്റ്റേഷൻസ് ലൈക്ക് മണാലി ആൻഡ് ഷിംല. ഈ പിന്നെ ഹിൽ സ്റ്റേഷൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ ഉയർന്ന പ്രദേശങ്ങളായിട്ടുള്ള മണാലി, ഷിംല തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ ഇക്കാലത്ത് മഞ്ഞ് വീഴ്ച പിന്നെ സാധാരണയായിട്ടുള്ള ഒരു സംഗതിയാണ്. നമ്മൾ പിന്നെ രാവിലെ ആകുമ്പോഴേക്കും, നേരം വെളുക്കുമ്പോഴേക്കും നമ്മുടെ വാഹനത്തിന്റെ മുകളിലും വീടിന്റെ മുകളിലും റോഡിന്റെ മുകളിലും മരത്തിന്റെ മുകളിലൊക്കെ മഞ്ഞ് വീണ് ആകെ മഞ്ഞുകൊണ്ട് മൂടിയിട്ടുണ്ടാവും. സാധനം കാണാൻ പറ്റാത്ത രൂപത്തിൽ മഞ്ഞുകൊണ്ട് മൂടിയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഈ പറയുന്ന കോൾഡ് വെതർ സീസണിൽ ഡേയ്സ് എന്ന് പറയുന്നത് പകൽ സമയം എങ്ങനെയാണ്? ജനറലി വാം ആണ്, ഒരു മിതമായിട്ടുള്ള പിന്നെ ചൂടുണ്ടാവും. അതേസമയത്ത് രാത്രിയോ നൈറ്റ്സ് ആർ സീവിയർലി കോൾഡ്, അതികഠിനമായിട്ടുള്ള തണുപ്പാണ് രാത്രികാലങ്ങളിൽ ഉണ്ടാവുന്നത്. മണാലി, ഷിംല പോലെയുള്ള ഹിൽ സ്റ്റേഷൻസിലൊക്കെ മഞ്ഞ് വീഴ്ച പതിവാണ്. ഓക്കെ, അപ്പോൾ തൽക്കാലം അവിടെ പറഞ്ഞിട്ട് അടുത്ത സെന്റൻസ് പറയുന്നതിന് മുമ്പ് നമ്മളിവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. അതിനുള്ള ആൻസർ കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നില്ല. അപ്പൊ നമുക്ക് അതിനുള്ള ആൻസർ ഒന്ന് നോക്കിയിട്ട് ഇങ്ങോട്ട് വരാം. ഓക്കെ, അപ്പൊ എന്താ നമ്മളിവിടെ ചോദിച്ചത്? വൈ ഡസ് ദി ടെമ്പറേച്ചർ ഡിക്രീസ് ഫ്രം സൗത്ത് ടു നോർത്ത്? ടെമ്പറേച്ചർ കുറയാനുള്ള, അല്ലെ, സൗത്ത് നിന്ന് നോർത്തിലേക്ക് പോകും തോറും ടെമ്പറേച്ചർ കുറയാനുള്ള കാരണം എന്താണ്? സൗത്തിലേക്ക് വരും തോറും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സൗത്തിലേക്ക് വരും തോറും ഈ സമുദ്രത്തിന്റെ സാമീപ്യം കൂടാണ്. ഓഷ്യൻസിന്റെ അല്ലെങ്കിൽ സീന്റെ, അല്ലെ, കടലിന്റെ പ്രസൻസ് കൂടാണ് ഈ പ്രദേശങ്ങൾക്ക്. ഈ 13 ഡിഗ്രി സെൽഷ്യസ് മാർക്ക് ചെയ്തിട്ടുള്ളത് എവിടെയാണ്? അത് ഉത്തർപ്രദേശിലാണ്. ആ പ്ലേസ് ചുറ്റുഭാഗം നമ്മൾ നോക്കുമ്പോൾ ഈ വെള്ള ഭാഗം മുഴുവൻ ഇന്ത്യയുടെ കരഭാഗമാണ്. അതിന് മുകളിൽ കാണുന്ന ഈ ഒരു ആഷ് കളർ എന്താണ്? അത് മറ്റു രാജ്യങ്ങളാണ്, അല്ലെ, പാകിസ്ഥാനും ചൈനയും ഒക്കെയുള്ള, അങ്ങനെയുള്ള മറ്റു, ബംഗ്ലാദേശ് ഒക്കെയുള്ള മറ്റു രാജ്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് കാണുന്നത്. അതും ലാൻഡ് ഏരിയയാണ്, കരഭാഗം തന്നെയാണ്. അപ്പൊ കരഭാഗത്തോട് ചേർന്ന് കിടക്കുന്ന, പിന്നെ കൂടുതൽ കരഭാഗവുമായി ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ് ഏത്? ഈ 13 ഡിഗ്രി സെൽഷ്യസ് മാർക്ക് ചെയ്തിട്ടുള്ള ഉത്തർപ്രദേശിന്റെ ഭാഗം. ഓക്കെ, നമുക്കറിയാം കരഭാഗത്തിന്റെ പ്രത്യേകത എന്താ? കരഭാഗത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അത് പിന്നെ വളരെ പെട്ടെന്ന് പിന്നെ ചൂടാവുകയും അതേപോലെ വളരെ പെട്ടെന്ന് തണുക്കുകയും ചെയ്യുന്ന പിന്നെ ഒരു സംഗതിയാണ് ലാൻഡ് ഏരിയ എന്ന് പറയുന്നത്, അല്ലെ. നമ്മൾ വെള്ളത്തെ അപേക്ഷിച്ച് കര പെട്ടെന്ന്, ലാൻഡ് പെട്ടെന്ന് എന്താവും? പെട്ടെന്ന് ചൂടാവുകയും ചെയ്യും, പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്കറിയാം പിന്നെ ഈ പറയുന്ന കോൾഡ് വെതർ സീസണിൽ അല്ലെങ്കിൽ ശൈത്യകാലത്ത്, ഈ തണുപ്പ് കാലത്ത് സ്വാഭാവികമായിട്ടും ഈ ഏഷ്യൻ ലാൻഡ് മാസ്, ഏഷ്യയുടെ വൻകര ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്? വളരെ പെട്ടെന്ന് തണുക്കും. സ്വാഭാവികമായിട്ടും ആ ഏഷ്യൻ ലാൻഡ് മാസിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു വൻകരയോട്, ഈ ഒരു ഇത്രയും വിശാലമായിട്ടുള്ള വൻകരയോട് ചേർന്ന് കിടക്കുന്ന ഈ ഉത്തർപ്രദേശിന്റെ അല്ലെങ്കിൽ നമ്മുടെ നോർത്ത് ഇന്ത്യയുടെ ഭാഗങ്ങളൊക്കെ അതികഠിനമായിട്ടുള്ള തണുപ്പായിരിക്കും ഉണ്ടാവുക. അതേ സമയത്ത് നമ്മുടെ കേരളം, അതേപോലെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഈ പ്രദേശങ്ങൾ നോക്കി, ഈ 20 ഡിഗ്രി മാർക്ക് ചെയ്തതും 21 ഡിഗ്രി മാർക്ക് ചെയ്തതും 26 ഡിഗ്രി മാർക്ക് ചെയ്തതും 24 ഡിഗ്രി ആണെങ്കിലും 18 ഡിഗ്രി ആണെങ്കിലും ഇതൊക്കെ സമുദ്രത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ്. ഓക്കെ, സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ എപ്പോഴും എന്തായിരിക്കും? ടെമ്പറേച്ചർ ഒരു ബാലൻസ്ഡ് ആയിട്ടാണ് പോവുക. ഓക്കെ, വല്ലാതെ കൂടുകയുമില്ല, വല്ലാതെ കുറയുകയില്ല, ഒരു മോഡറേറ്റ് ടെമ്പറേച്ചർ ആയിരിക്കും. നമ്മൾ 9th പഠിച്ചിട്ടുണ്ട്, കോസ്റ്റൽ റീജിയൻസിൽ ടെമ്പറേച്ചർ എന്തായിരിക്കും? ഓൾവേസ് മോഡറേറ്റ് ടെമ്പറേച്ചർ ആയിരിക്കും. ഓക്കെ, ഒരു മിതമായിട്ടുള്ള കാലാവസ്ഥയായിരിക്കും. ഒരുപാട് കൂടുകയില്ല, ഒരുപാട് കുറയുകയുമില്ല. അപ്പൊ അതാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം. ഓക്കെ, അപ്പൊ നോർത്തിലേക്ക് പോകുന്തോറും ആ ഓഷ്യൻ പ്രസൻസ് അല്ലെങ്കിൽ വാട്ടർ ബോഡീസിന്റെ, ജലാശയങ്ങളുടെ അല്ലെങ്കിൽ കടലിന്റെ ആ ഒരു പ്രസൻസ് ഇവിടെ നഷ്ടാവുകയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ടെമ്പറേച്ചർ ഈ തണുപ്പ് കാലത്ത് എന്ത് ചെയ്യുന്നു? വല്ലാതെ കുറയുന്നു. ഓക്കെ, നമുക്കറിയാം ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ചൂട് കാലത്ത്, ഓക്കെ, ഈ ഒരു തണുപ്പ് കാലം കഴിഞ്ഞ്
ചൂട് കാലമാകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ചൂട് കാലമാകുമ്പോൾ അല്ലെങ്കിൽ ഹോട്ട് വെതർ കണ്ടീഷൻ ആകുന്ന സമയത്ത് ഇവിടുത്തെ ടെമ്പറേച്ചർ എന്തായിരിക്കും, 13 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞ ഈ സ്ഥലങ്ങളൊക്കെയുള്ള ടെമ്പറേച്ചർ വല്ലാതെ കൂടും. രാജസ്ഥാനിലൊക്കെ നമുക്ക് അറിയാം വല്ലാത്ത ടെമ്പറേച്ചർ ആയിരിക്കും. പക്ഷെ അപ്പോഴും ഇവിടെ ഈ വശങ്ങളിലായിട്ട് സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന ഈ ഭാഗങ്ങളിലായിട്ട് മാർക്ക് ചെയ്ത പ്രദേശങ്ങളിലൊക്കെ, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ 20 ഡിഗ്രി എന്നും 21 ഡിഗ്രി എന്നും ഒക്കെ മാർക്ക് ചെയ്തിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ ടെമ്പറേച്ചർ വല്ലാതെ കൂടൂല. കാരണം എന്താ, നേരത്തെ പറഞ്ഞ അതേ റീസൺ, അത് ഇങ്ങനെയുള്ള സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ടെമ്പറേച്ചർ എപ്പോഴും എന്തായിരിക്കും, മോഡറേറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് കാരണം. സോ വൈ ഡസ് ദി ടെമ്പറേച്ചർ ഡിക്രീസ് ഫ്രം സൗത്ത് ടു നോർത്ത്? സൗത്ത് നിന്ന് നോർത്തിലേക്ക് പോകുമ്പോൾ ടെമ്പറേച്ചർ കുറയാനുള്ള കാരണം നമ്മളിപ്പോൾ പറഞ്ഞു. അതേപോലെ ദി കോസ്റ്റൽ റീജിയൻസ് എക്സ്പീരിയൻസ് കമ്പാരിറ്റീവ്ലി ഹൈ ടെമ്പറേച്ചർ. വൈ? ഓക്കെ, ഈ ഒരു പിന്നെ നോർത്തിനെ അപേക്ഷിച്ച് കോസ്റ്റൽ റീജിയനിൽ കമ്പാരിറ്റീവ്ലി ഹൈ ടെമ്പറേച്ചർ ആണ്, അതായത് ടെമ്പറേച്ചർ കുറച്ച് കൂടുതലാണ് എന്ന് നമുക്ക് പറഞ്ഞു. അതിനുള്ള കാരണവും നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഡിഫറൻസസ് ഇൻ ഹീറ്റിംഗ് എന്നുള്ളൊരു സംഭവം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതായത് ചൂടാവുന്നതിലുള്ള വ്യത്യാസം, കരയും കടലും ഒരേപോലെ അല്ല ചൂടാവുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും വരുന്നത്. എനിവേ, ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. The phenomenon called western disturbance is another peculiarity of the season. ഈ ശൈത്യകാലത്തെ മറ്റൊരു പ്രത്യേകതയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ശൈത്യകാലത്ത് നമ്മുടെ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന മറ്റൊരു പ്രത്യേകതയാണ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസ്, പശ്ചിമ അസ്വസ്ഥത എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, വെസ്റ്റേൺ ഡിസ്റ്റർബൻസ്, പശ്ചിമ അസ്വസ്ഥത. എന്താണ് ഈ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ്? നമുക്ക് നോക്കാം. The cyclones originating in the Mediterranean Sea during winter gradually shifts towards the east and reaches India. ശ്രദ്ധിക്കണം, ഈ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് എന്ന് പറയുമ്പോൾ, പശ്ചിമ അസ്വസ്ഥത എന്ന് പറയുമ്പോൾ അതെന്താ സംഭവം? ദി സൈക്ലോൺസ് ഒറിജിനേറ്റിംഗ് ഇൻ ദി മെഡിറ്ററേനിയൻ സീ ഡ്യൂറിങ് വിന്റർ. വിന്റർ സീസണിൽ മെഡിറ്ററേനിയൻ കടലിൽ രൂപം കൊള്ളുന്ന സൈക്ലോൺസ്, അല്ലെങ്കിൽ പിന്നെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ന്യൂനമർദ്ദം. ഓക്കെ, വിന്റർ സീസണിൽ ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ കടലിൽ രൂപം കൊള്ളുന്ന പിന്നെ ന്യൂനമർദ്ദം എന്ത് ചെയ്യുന്നു? ഗ്രാജുവലി ഷിഫ്റ്റ്സ് ടുവേർഡ്സ് ദി ഈസ്റ്റ് ആൻഡ് റീച്ചസ് ഇന്ത്യ. അത് ഈസ്റ്റിലേക്ക്, കിഴക്കോട്ട് മൂവ് ചെയ്ത് എവിടെ എത്തുന്നു? റീച്ചസ് ഇന്ത്യ, നമ്മുടെ ഇന്ത്യയിൽ എത്തുന്നു. ശ്രദ്ധിക്കുക, മെഡിറ്ററേനിയൻ സീല് വിന്റർ സീസണിൽ ഫോം ചെയ്യുന്ന സൈക്ലോൺസ്, ന്യൂനമർദ്ദം, പിന്നെ നമ്മുടെ ഈസ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് എവിടെ എത്തുന്നു? റീച്ചസ് ഇന്ത്യ, ഇന്ത്യയിലെത്തും. ആ ന്യൂനമർദ്ദം ഇന്ത്യയിലെത്തുന്നു. എന്നിട്ടോ, ദിസ് കോസസ് വിന്റർ റെയിൻഫോൾ ഇൻ ദി നോർത്തേൺ പ്ലെയിൻസ് എസ്പെഷ്യലി ഇൻ പഞ്ചാബ് റീജിയൻ. ഇതെന്തിന് കാരണമാവുന്നു? ഈ സൈക്ലോൺസ് എന്തിന് കാരണം? നമുക്കറിയാം സൈക്ലോൺസ് പലപ്പോഴും നല്ല മഴ കിട്ടാൻ കാരണമാവാറുണ്ട്. അപ്പൊ ഈ പിന്നെ സൈക്ലോൺസ് ഇന്ത്യയിലേക്ക് എത്തി നമുക്ക് വിന്റർ റെയിൻഫോൾ, വിന്റർ സീസണിലാണല്ലോ ഈ പിന്നെ സൈക്ലോൺസ് ഉണ്ടാവുന്നത്. സ്വാഭാവികമായിട്ടും വിന്റർ സീസണിൽ പെയ്യുന്ന ഈ മഴ നമ്മൾ വിന്റർ റെയിൻഫോൾ എന്ന് വിളിക്കുന്നു. സോ വിന്റർ റെയിൻഫോൾ ഇൻ ദി നോർത്തേൺ പ്ലെയിൻസ്. ഓക്കെ, നമ്മുടെ ഉത്തര മഹാസമതലത്തിൽ നോർത്തേൺ പ്ലെയിൻസിൽ, പ്രത്യേകിച്ച് എസ്പെഷ്യലി ഈ നോർത്തേൺ പ്ലെയിൻസിന്റെ ഭാഗമായിട്ടുള്ള പഞ്ചാബ് പ്ലെയിൻ അല്ലെങ്കിൽ പഞ്ചാബ് റീജിയൻ, പഞ്ചാബ് പ്രദേശത്ത് നല്ല വിന്റർ റെയിൻഫോൾ, നല്ല ശക്തമായ ശൈത്യകാല മഴ കിട്ടാൻ അത് കാരണമാവുന്നുണ്ട്. ആൻഡ് ദിസ് റെയിൻ ഈസ് മച്ച് ബെനിഫിഷ്യൽ ഫോർ ദി വിന്റർ ക്രോപ്സ്. മാത്രമല്ല ഈ മഴ എന്തിന് ഉപകാരപ്രദമാണ്? ശൈത്യകാല വിളകൾക്ക്, ഈ തണുപ്പ് കാലത്ത് കൃഷി ചെയ്യുന്ന വിളകൾ ഉണ്ടാവും, അതിന് ഏറ്റവും അല്ലെങ്കിൽ അതിനേറെ പ്രയോജനകരമാകുന്ന അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന ഒരു മഴ കൂടിയാണ് ഈ റെയിൻഫോൾ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്ത സെന്റൻസ് പറയുന്നത് ഇതിന്റെ ബാക്കിയായിട്ട്, Jet streams, the strong upper air currents in the troposphere, have a significant role in bringing the western disturbance to India. ഈ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്ന ഈ ഒരു പിന്നെ ന്യൂനമർദ്ദത്തെ നമ്മുടെ ഇന്ത്യയിൽ എത്തിക്കുന്നതിൽ, ഈ പശ്ചിമ അസ്വസ്ഥതയെ, വെസ്റ്റേൺ ഡിസ്റ്റർബൻസിന് നമ്മുടെ ഇന്ത്യയിൽ എത്തിക്കുന്നതിൽ ജെറ്റ് പ്രവാഹങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഈ ജെറ്റ് പ്രവാഹം അല്ലെങ്കിൽ ജെറ്റ് സ്ട്രീംസ് എന്ന് പറയുന്ന സംഭവം എന്താണ്? ദി സ്ട്രോങ് അപ്പർ എയർ കറൻസ് ഇൻ ദി ട്രോപ്പോസ്ഫിയർ. ഓക്കെ, പിന്നെ ട്രോപ്പോസ്ഫിയറിലുള്ള അന്തരീക്ഷത്തിലുള്ള നമ്മൾ ലെയേഴ്സിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ട്രോപ്പോസ്ഫിയർ, മിസോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിലെ പിന്നെ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്ന ലെയർ, ആ ട്രോപ്പോസ്ഫിയറിലൂടെ പിന്നെ ശക്തമായി പ്രവഹിക്കുന്ന വായു പ്രവാഹമാണ് ജെറ്റ് പ്രവാഹങ്ങൾ, ജെറ്റ് സ്ട്രീംസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, സോ ജെറ്റ് സ്ട്രീംസ്, ദി സ്ട്രോങ് അപ്പർ എയർ കറൻസ് ഇൻ ദി ട്രോപ്പോസ്ഫിയർ ഹാവ് എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ ബ്രിങ്ങിങ് ദി വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് ടു ഇന്ത്യ.
ഓക്കെ, അതായത് ഈ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്ന ഈ ഒരു പ്രതിഭാസത്തെ, ഈ ഒരു പശ്ചിമ അസ്വസ്ഥതയെ നമ്മുടെ ഇന്ത്യയിൽ എത്തിക്കുന്നതിൽ ജെറ്റ് സ്ട്രീംസിന്, ജെറ്റ് പ്രവാഹങ്ങൾക്ക് വലിയ പങ്കുണ്ട്. എന്താണ് ജെറ്റ് പ്രവാഹങ്ങൾ? ദി സ്ട്രോങ് അപ്പർ എയർ കറൻസ് ഇൻ ദി ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിലൂടെയുള്ള അതിശക്തമായ വായു പ്രവാഹത്തെയാണ് നമ്മൾ ജെറ്റ് പ്രവാഹങ്ങൾ അല്ലെങ്കിൽ ജെറ്റ് സ്ട്രീംസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞു, ഒരു സീസൺ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഏത് സീസണാണ് നോക്കിയത്? കോൾഡ് വെതർ സീസൺ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഹോട്ട് വെതർ സീസൺ ആണ്. ഹോട്ട് വെതർ സീസൺ, ഓക്കെ, അതായത് ഉഷ്ണകാലം, വേനൽക്കാലം എന്നൊക്കെ പറയാം, ചൂടുകാലം. The picture 7.8 given here are some scenes of hot weather experienced in different parts of India. ചൂടുകാലത്ത് നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്തുള്ള ചില കാഴ്ചകളാണ് ഇവിടെ കാണുന്നത്. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ. ഓക്കെ, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ ഇങ്ങനെയുള്ള 4 മാസങ്ങളാണ്. ഒരുപക്ഷെ കേരളത്തിലുള്ള നമ്മളെ സംബന്ധിച്ച് ജൂണിൽ പിന്നെ ഹോട്ട് വെതർ ആണോ എന്നുള്ളൊരു സംശയം ഉണ്ടാവാം. കേരളത്തെ സംബന്ധിച്ച് ജൂൺ മാസത്തിൽ നല്ല മഴ കിട്ടുന്നുണ്ട്. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ച് പൊതുവായിട്ട് ജൂൺ എന്ന് പറയുന്നത് വേനൽക്കാലമാണ്. ഓക്കെ, ഏറ്റവും ശക്തമായ രൂപത്തിലുള്ള ചൂട് ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന ഒരു മാസം കൂടിയാണ് ജൂൺ. നമുക്കിവിടെ മഴ കിട്ടുന്നത് കൊണ്ട്, പശ്ചിമഘട്ട മലനിരകൾ ഉള്ളത് കൊണ്ട് നമുക്കിവിടെ മഴ കിട്ടുന്നു. ആ മഴ കിട്ടുന്നത് കൊണ്ട് നമ്മൾ ആ ചൂട് അറിയുന്നില്ല എന്നതാണ് സത്യം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാം. ഒബ്സർവ് ദി മാപ്പ് ഫിഗർ 7.9. ഈ ഒരു മാപ്പ് നോക്കാൻ വേണ്ടി പറയാണ്. ഓക്കെ, ഒബ്സർവ് ദി മാപ്പ് ടു അണ്ടർസ്റ്റാൻഡ് ദി ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ ഓഫ് ടെമ്പറേച്ചർ ഇൻ മെയ്. മെയ് മാസത്തിലുള്ള ടെമ്പറേച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ പല ഭാഗത്തുള്ള ടെമ്പറേച്ചർ കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പിന്നെ ഈ കടലിനോട് ചേർന്നുള്ള പ്രദേശങ്ങൾ 29 ഡിഗ്രി സെൽഷ്യസ്, 25 ഡിഗ്രി സെൽഷ്യസ്, 23 ഡിഗ്രി സെൽഷ്യസ്, 24 ഡിഗ്രി സെൽഷ്യസ്, 28 ഡിഗ്രി സെൽഷ്യസ്. എന്നാൽ കടൽ സാമീപ്യമില്ലാത്ത കരപ്രദേശത്താൽ ചുറ്റപ്പെട്ട പ്രദേശം ഇവിടെ നോക്കുക, 33 ഡിഗ്രി സെൽഷ്യസ് ആണ്. ടെമ്പറേച്ചർ വല്ലാതെ കൂടി. സമുദ്ര സാമീപ്യമുള്ള പ്രദേശങ്ങളിൽ ടെമ്പറേച്ചർ മിതമായിട്ട്, മോഡറേറ്റ് ആയിരുന്നു. നേരത്തെ പറഞ്ഞ അതേ റീസൺ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ നമ്മൾ നോക്കി, മെയ് മാസത്തെ ടെമ്പറേച്ചർ നോക്കി. രാജ്യത്തിന്റെ പല ഭാഗത്തും പല രൂപത്തിലാണ്. അത് നോർത്തിലേക്ക് പോകുന്തോറും ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ Isn't the temperature in North India very high compared to the southern regions located close to the sea? നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ, അതായത് പിന്നെ സദേൺ റീജിയനെ അപേക്ഷിച്ച്, കടലിനോട് ചേർന്ന് കിടക്കുന്ന സദേൺ റീജിയനെ അപേക്ഷിച്ച് നോർത്തിലേക്ക് പോകും തോറും നോർത്ത് ഇന്ത്യയിൽ എന്താണ്? ടെമ്പറേച്ചർ വളരെ കൂടുതലാണ് എന്ന് നമ്മൾ കാണുന്നു. വൈ ഡസ് ദിസ് ഹാപ്പൻ? ഉത്തരം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഒന്നുകൂടി കേൾക്കണമെങ്കിൽ ഈ ഭാഗം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ, ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ പറഞ്ഞല്ലോ, ആ ഭാഗം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ കടലിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് എപ്പോഴും മോഡറേറ്റ് ടെമ്പറേച്ചർ ആയിരിക്കും ഉണ്ടാവുക. കരഭാഗത്തോട് ചേർന്ന് കിടക്കുന്ന, കരയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണെങ്കിൽ വിന്റർ സീസണിൽ ടെമ്പറേച്ചർ വല്ലാതെ കുറവായിരിക്കും, അതികഠിനമായ തണുപ്പായിരിക്കും. അതേസമയത്ത് പിന്നെ ചൂടുകാലത്താണെങ്കിലോ, ഹോട്ട് സീസണിലാണെങ്കിലോ അവിടെ ടെമ്പറേച്ചർ വല്ലാതെ കൂടുതലുമായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഏത് സീസൺ ആണെങ്കിലും കടലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണെങ്കിൽ അവിടെ മോഡറേറ്റ് ടെമ്പറേച്ചർ ആയിരിക്കും എന്നും മനസ്സിലാക്കാം. India experiences hot weather when the sun is over the northern hemisphere. ഇന്ത്യയിൽ എപ്പോഴാണ് ചൂടുകാലം? സൂര്യൻ നോർത്തേൺ ഹെമിസ്ഫിയർ, ഉത്തരാർദ്ധഗോളത്തിന് നേരെയാകുമ്പോഴാണ്. കാരണം ഇന്ത്യ എവിടെയുള്ളത്? ഇന്ത്യ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. അപ്പൊ ആ നോർത്തേൺ ഹെമിസ്ഫിയറിന് നേരെ സൂര്യൻ വരുമ്പോൾ ഇന്ത്യയിലും സമ്മർ സീസൺ, ഇന്ത്യയിലും ചൂടുകാലം, ഹോട്ട് വെതർ നമ്മൾ അനുഭവപ്പെടുന്നു. ഇറ്റ് ഈസ് ഇൻ ദി ബാർമോ ഇൻ വെസ്റ്റേൺ രാജസ്ഥാൻ that the highest temperature of summer is felt. ശ്രദ്ധിക്കണം, പിന്നെ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്, വേനൽക്കാലത്ത് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് രാജസ്ഥാന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ബാമർ, നമുക്ക് 6 സൈലന്റ് ആക്കി പറയാം, ബാമർ എന്ന് പറയുന്ന സ്ഥലമാണ്. ഓക്കെ, ചൂടുകാലത്ത് ഒന്നുകൂടി പറയാം, വേനൽക്കാലത്ത് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് രാജസ്ഥാന്റെ പടിഞ്ഞാറുള്ള ഈ ബാമർ എന്ന് പറയുന്ന സ്ഥലത്താണ്. പിന്നെ ലൂ, mango showers etc. are some local winds experienced in India during this season. അപ്പോൾ ഈ ഒരു ചൂടുകാലത്ത് നമ്മുടെ ഇന്ത്യയിൽ വീശുന്ന ചില പ്രാദേശിക വാദങ്ങളാണ്, ചില ലോക്കൽ വിൻസ് ആണ് ലൂ, അതേപോലെ മാംഗോ ഷവേഴ്സ് തുടങ്ങിയിട്ടുള്ളവ. ഇത് രണ്ടും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള മറ്റൊരു ചാപ്റ്ററിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ലോക്കൽ വിൻസ് ആണ് ലൂ, മാംഗോ ഷവേഴ്സ്. ഓക്കെ, അപ്പൊ ഈ ലൂ, മാംഗോ ഷവേഴ്സ് രണ്ടും ഇന്ത്യയിലാണെന്ന് നമ്മൾ ഒന്നുകൂടി ഉറപ്പിക്കുക. ഇത് രണ്ടും ഹോട്ട് വെതർ സീസണിൽ നമ്മുടെ രാജ്യത്ത് വീശുന്ന കാറ്റുകളാണ് എന്നും മനസ്സിലാക്കുക. പിന്നെ
യു ഹാവ് ലേൺഡ് അബൌട്ട് ദീസ് വിൻസ് ഇൻ ദി ഏർലിയർ ചാപ്റ്റർ. നമ്മൾ പറഞ്ഞു വേറൊരു ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പിന്നെ കാറ്റുകളെ പറ്റി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതേപോലെ മറ്റൊരു എക്സ്ട്രാ റീഡിംഗ് ബോക്സ് കാണാം, കൽ ബൈശാഖി എന്ന് പറഞ്ഞുകൊണ്ട്. അത് മറ്റൊരു കാറ്റിന്റെ പേരാണ്, കൽ ബൈശാഖി. എന്താണ് കൽ ബൈശാഖി? is the phenomenon of heavy showers with thunder occurring in the West Bengal region during the hot weather season. Roaring winds and hailstones are the characteristics of this rain. അതായത് ഈ ചൂടുകാലത്ത്, ഉഷ്ണകാലത്ത് വെസ്റ്റ് ബംഗാളിൽ, പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള നല്ല ഇടിയോട് കൂടിയിട്ടുള്ള ശക്തമായ മഴയാണ് കൽ ബൈശാഖി എന്ന് പറയുന്നത്. പിന്നെ അതിന് കാരണമാവുന്ന കാറ്റിനെ നമ്മൾ കൽ ബൈശാഖി എന്ന് വിളിക്കുന്നുണ്ട്. അതേപോലെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് റോറിംഗ് വിൻസ്, വളരെ പിന്നെ വലിയ ശബ്ദമുണ്ടാക്കുന്ന, അലറുന്ന കാറ്റ് എന്നൊക്കെ പറയാം. റോറിംഗ് എന്ന് പറയുമ്പോൾ അതാണല്ലോ, അലറുന്ന അല്ലെങ്കിൽ ഗർജിക്കുന്ന, അലറുന്ന കാറ്റും. അതേപോലെ ഹെയിൽ സ്റ്റോൺസ്, ആലിപ്പഴ വീഴ്ചയൊക്കെ ഇതിന്റെ ഈ ഒരു മഴയുടെ പിന്നെ സവിശേഷതയാണ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ തൽക്കാലം കൺക്ലൂഡ് ചെയ്യാണ്. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 4 പിന്നെ സീസൺസിലെ 2 കോൾഡ് വെതർ സീസണും ഹോട്ട് വെതർ സീസണും നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഏതാ? സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസണും നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസണും ആണ്. ഓക്കെ, അടുത്ത പേജിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടാൻ കാരണമാവുന്ന സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ ആണ് ഇനി നമുക്ക് പറയാനുള്ളത്. സോ അത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റിവെക്കാം. അടുത്ത ക്ലാസ്സിൽ അതിനെപ്പറ്റി നമുക്ക് പറയാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.